നമസ്കാരം. എൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ മഴയിൽ പാലപ്പിള്ളി കല്ലൂർ മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കല്ലൂർ കിഴക്കൻ മേഖല. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ, പലയിടങ്ങളിലും വെള്ളക്കെട്ട്. ജില്ലയിൽ 2 മണിക്കൂറോളമായി നിർത്താതെ മഴ പെയ്യുകയാണ്. കോരിച്ചൊരിയുന്ന മഴയിൽ മാരാർ റോഡിൽ കോർപ്പറേഷന്റെ ടാറിംഗ്. ഒരു ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ട്, ഒരു ഭാഗത്ത് ടാറിംഗ്. ബാറിൽ ആക്രമണം നടത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശിയായ സ്ത്രീ പിടിയിൽ. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ വെള്ളിക്കുളങ്ങര കുറ്റിച്ചിറ സ്വദേശിയും സ്റ്റേഷൻ റൌഡിയുമായ റെൻഡിലിനെ കാപ്പ ചുമത്തി നാടുകടത്തി. വാർത്തകൾ വിശദമായി അറിയാം. ശക്തമായ മഴയിൽ പാലപ്പിള്ളി കല്ലൂർ മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കല്ലൂർ കിഴക്കൻ മേഖല. ശക്തമായ മഴയിൽ പാലപ്പിള്ളിയിൽ വീടുകളിൽ വെള്ളം കയറി. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം MP ജലാൽ, അരിമ്പുറം മൈമൂന, വലിയമ്പാറയിൽ നാണി എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. റബ്ബർ എസ്റ്റേറ്റിൽ നിന്നും കുത്തിയൊലിച്ചെത്തിയ വെള്ളം വീടുകൾക്ക് ചുറ്റും എത്തുകയായിരുന്നു. റബ്ബർ തോട്ടത്തിൽ കാന തീർത്ത് വെള്ളം ഒഴുക്കിവിടണമെന്ന് നാട്ടുകാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും തോട്ടം മാനേജ്മെന്റ് നടപടിയെടുക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. മഴ ശക്തമായി തുടരുന്നതോടെ മലമുകളിൽ നിന്നെത്തുന്ന വെള്ളം കൂടുതലായി വീടുകളിലെത്തുന്നുവെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മഴ ശക്തമായതോടെ വരന്തരപ്പള്ളി റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശക്തമായ മഴയിൽ കല്ലൂർ ഭരത ചെമ്പക്കണ്ടം പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. തോടിന്റെ വശങ്ങൾ ഇടിഞ്ഞ് പറമ്പുകളിലേക്ക് വെള്ളം കയറി. പ്രദേശത്തെ വാഴത്തോട്ടങ്ങളിൽ വെള്ളം കയറി വ്യാപകമായി കൃഷി നശിച്ചു. ഭരത ചെമ്പക്കണ്ടം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായി. മാവിൻചൂട് പുല്ലുത്തി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിടിഞ്ഞ് റോഡിലേക്ക് വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലൂർ അയ്യങ്കോട് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. കുറുമാലി പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയേറെയാണ്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ, പലയിടങ്ങളിലും വെള്ളക്കെട്ട്. ജില്ലയിൽ 2 മണിക്കൂറോളമായി നിർത്താതെ മഴ പെയ്യുകയാണ്. നഗരത്തിൽ ഉൾപ്പെടെ ശക്തമായ മഴ തുടരുന്നു. നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നഗരത്തിലെ അശ്വിനി ആശുപത്രിക്ക് പുറകിലുള്ള വീടുകളിൽ വെള്ളം കയറി. നഗരത്തിലെ പ്രധാന റോഡായ ശങ്കരയ്യർ റോഡിലെ വീടുകളിൽ വെള്ളം കയറി. അക്വാട്ടിക് ലൈനിലെ വീടുകളിൽ വെള്ളം കയറി. സ്വരാജ് റൗണ്ടിൽ നിന്നുള്ള പ്രധാന റോഡായ MG റോഡിലും വെള്ളം കയറിയതോടെ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടു. ജില്ലയുടെ ഉൾപ്രദേശങ്ങളിലും മഴ മൂലം കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പുത്തൂർ, വെട്ടുകാട്, ഏഴാങ്കല്ലിൽ വീടുകളിൽ വെള്ളം കയറി. പാലയ്ക്കൽ, ചേർപ്പ് ഭാഗത്തും റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കോരിച്ചൊരിയുന്ന മഴയിൽ മാരാർ റോഡിൽ കോർപ്പറേഷന്റെ ടാറിംഗ്. ഒരു ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ട്, ഒരു ഭാഗത്ത് ടാറിംഗ്. തൃശൂരിൽ കനത്ത മഴയിൽ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നു. തൃശൂർ മാരാർ റോഡിലാണ് കനത്ത മഴയിലും റോഡ് ടാറിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ളതാണ് മാരാർ റോഡ്. വലിയ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് ടാറിംഗ് നിർത്തിവെക്കുകയായിരുന്നു. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴയാണ് തൃശൂരിലുള്ളത്. കനത്ത മഴയിൽ തൃശൂർ നഗരത്തിൽ റോഡുകളിൽ വൻ വെള്ളക്കെട്ടും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു.
തൃശ്ശൂർ കോർപ്പറേഷന്റെ തോന്നിയാസല്ലേ ഈ പേര മഴയത്ത് മാരാ റോഡിലെ വണ്ടിയുടെ ടാറിങ്. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? ചാട്ടവാറണ്ട് അടിക്കണ്ട ഇവനൊക്കെ. ബാറിൽ ആക്രമണം നടത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. കൂടന്നൂർ ചാക്യാർകടവ് സ്വദേശി ചിറയത്ത് വീട്ടിൽ സ്റ്റെബിനെ ബാറിനുള്ളിൽ വെച്ച് സോഡാ കുപ്പികൊണ്ട് തലയ്ക്കടിച്ചും മറ്റും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച വെങ്ങിനിശ്ശേരി അമ്പലനട സ്വദേശി പറത്തിലാൽ വീട്ടിൽ കുട്ടൻ എന്നറിയപ്പെടുന്ന മനീഷ്, വെങ്ങിനിശ്ശേരി സ്വദേശി കക്കാട്ടിൽ വീട്ടിൽ മനോജ്, കണ്ണൂർ ചൊങ്ങാല സ്വദേശി ഇപ്പോൾ വെങ്ങിനിശ്ശേരിയിൽ താമസിക്കുന്ന ആളുമായ ചാരിറ്റി വീട്ടിൽ ബാബു, പാറളം സ്വദേശി കുറവത്ത് വീട്ടിൽ ഷാജു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശിയായ സ്ത്രീ പിടിയിൽ. അഷ്ടമിച്ചിറ പുളിയിലക്കുന്ന് സ്വദേശിനി ആശുപത്രിയിലേക്ക് പോകുന്നതിനായി ആവിയമരിയ ബസ്സിൽ യാത്ര ചെയ്യവേ യുവതിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല പൊട്ടിച്ചെടുത്ത് തമിഴ്നാട് തിരുപ്പൂർ മാരിയമ്മൻ കോവിൽ തെരുവ് സ്വദേശി ലക്ഷ്മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇവർ സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നുണ്ട്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ വെള്ളിക്കുളങ്ങര കുറ്റിച്ചിറ സ്വദേശിയും സ്റ്റേഷൻ റൌഡിയുമായ റെന്റിലിനെ കാപ്പ ചുമത്തി നാടുകടത്തി. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ളയാളും നിരവധി കേസിലെ പ്രതിയുമായ കുറ്റിച്ചിറ സ്വദേശി മോഡൻ പ്ലാക്ക വീട്ടിൽ റെന്റിലിനെ 1 വർഷക്കാലത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിപ്പിക്കുന്നത് വിലക്കിക്കൊണ്ട് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS കാപ്പ നിയമപ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചു. റെന്റിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ വധശ്രമം, അടിപിടി എന്നിങ്ങനെയുള്ള 6 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 80 രൂപ കൂടി. ഗ്രാമിന് 9370 രൂപ, പവന് 74,960 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ മഴയിൽ പാലപ്പിള്ളി കല്ലൂർ മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കല്ലൂർ കിഴക്കൻ മേഖല. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ, പലയിടങ്ങളിലും വെള്ളക്കെട്ട്. ജില്ലയിൽ 2 മണിക്കൂറോളമായി നിർത്താതെ മഴ പെയ്യുകയാണ്. കോരിച്ചൊരിയുന്ന മഴയിൽ മാരാർ റോഡിൽ കോർപ്പറേഷന്റെ ടാറിംഗ്. ഒരു ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ട്, ഒരു ഭാഗത്ത് ടാറിംഗ്. ബാറിൽ ആക്രമണം നടത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതികൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശിയായ സ്ത്രീ പിടിയിൽ. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ വെള്ളിക്കുളങ്ങര കുറ്റിച്ചിറ സ്വദേശിയും സ്റ്റേഷൻ റൌഡിയുമായ റെന്റിലിനെ കാപ്പ ചുമത്തി നാടുകടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.